നാളുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നാണ്. ഏതാണ്ട് 1-ാം ലേഖനം പര്യവസാനിച്ച് 2-ാം ലേഖനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ 1-ാം ലേഖനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങളും കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചതനുസരിച്ച് ആ കാര്യങ്ങളിന്ന് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുക. പത്രോസിൻ്റെ 1-ാം ലേഖനം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ 23 കാര്യങ്ങൾ ആ 1-ാം ലേഖനത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. 23 things about God. പിതാവായ ദൈവത്തെക്കുറിച്ച് നമ്മളിങ്ങനെ വായിച്ച് പോകുമ്പോൾ ഇടയ്ക്കൊന്ന് ചിന്തിക്കുന്നത്, ഈ ലേഖനത്തിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്തുവാ? ഈ ലേഖനത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്തുവാ? ഈ ലേഖനത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്തുവാ? ഈ ലേഖനത്തിൽ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ലേഖനങ്ങൾ പഠിക്കുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ദൈവത്തോട് കൂടെ നടന്ന നിർഭാഗ്യവശാൽ യേശുവിനോട് കൂടെ നടക്കാനുള്ള ഭാഗ്യം നമുക്ക് ആർക്കും ലഭിച്ചില്ല. അക്ഷരാർത്ഥത്തിൽ കാണാനുള്ള ഭാഗ്യം നമുക്ക് അക്ഷരാർത്ഥത്തിൽ കാണാനൊരു ഭാഗ്യം ലഭിച്ചില്ല. പക്ഷേ യേശുവിനോട് കൂടെ നടന്ന് പിതാവായ ദൈവം ആരാണെന്ന് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ടത് കണ്ട പത്രോസ് തൻ്റെ ലേഖനത്തിൽ ദൈവത്തെക്കുറിച്ച് നിർണായകമായ 23 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ലേഖനങ്ങളും പഠിക്കുമ്പോൾ നിങ്ങളത് ചോദ്യം ചോദിക്കുന്നത് നല്ലതാണ്. വാട്ട് ഈസ് ദിസ് എപ്പിസോഡ് റിവീൽ അബൌട്ട് ഗോഡ്? ഈ ലേഖനം ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? ഈ ലേഖനത്തിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? ഈ ലേഖനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ആളത്വത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? ഈ ലേഖനത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എല്ലാ ലേഖനങ്ങളും പഠിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവും കൂടെ നിങ്ങളൊന്ന് കണ്ടെത്തിയാൽ നിങ്ങൾ ദൈവ സ്വഭാവമുള്ളവരായി തീരുമെന്ന് മാത്രമല്ല, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും. ദാനിയേൽ പ്രവചനത്തിൻ്റെ വാക്യമുണ്ട്, എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അതിന് വേറെ ഭാഷാന്തരത്തിൽ പറയുന്നത് അവർ പതറിപ്പോകാതെ ഉറച്ചു നിൽക്കുമെന്നാണ്. അപ്പോൾ ദൈവം ആരാണെന്ന് നമുക്കറിയണം. പത്രോസ് അപ്പോസ്തലന് തൻ്റെ ലേഖനത്തിലൂടെ ദൈവം ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങിയത് നിർമ്മിത കഥകളെ ആസ്പദമാക്കിയിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ഞങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് we know who this guy is. ഈ വ്യക്തി ആരാണെന്ന് വ്യക്തമായി ഞങ്ങൾ അറിഞ്ഞതാ. 3.5 വർഷക്കാലം യേശുവിനോട് കൂടെ നടന്ന് യേശുവിൻ്റെ ഉപദേശങ്ങളും തർജ്ജനങ്ങളും ശാസനങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കേട്ട ഒരു മനുഷ്യനായിരുന്നു അപ്പോസ്തലനായ പത്രോസ്. ആ ലേഖനത്തിൽ താൻ ലേഖനം എഴുതുമ്പോൾ ദൈവത്തെക്കുറിച്ച് താൻ വെളിപ്പെടുത്തിയ 23 കാര്യങ്ങളാണ് തുടർന്നുള്ള 1-2 ആഴ്ചകളായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. 1-ാമത്തെ ലേഖനത്തിലേക്ക് കടന്നു വരാം. 1-ാം ലേഖനത്തിൻ്റെ പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലാണ് ആദ്യത്തെ പരാമർശം നമ്മൾ കാണുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? പിതാവായ ദൈവം. ദൈവത്തെക്കുറിച്ച് പറയുന്നത് തന്നെ പിതാവായ ദൈവം. ഞാനൊരു കാര്യം പറയട്ടെ, ജൂയിഷ് ആൻഡ് ക്രിസ്ത്യൻ റിലീജിയനിൽ മാത്രമേ, യഹൂദ ക്രൈസ്തവ മതങ്ങളിൽ മാത്രമേ ദൈവത്തെ പിതാവ് എന്ന് എന്ത് ചെയ്തിട്ടുള്ളൂ, വിളിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ മതങ്ങളിലും ദൈവം കയ്യെത്താത്ത ദൂരത്ത് വസിക്കുന്ന ഏതോ ഒരു അത്ഭുത പ്രതിഭാസമായിട്ട്, ഒരു അത്ഭുത ജീവിയായിട്ട് വെളിപ്പെടുത്തുന്നേ. പക്ഷേ
പുതിയ നിയമത്തിലേക്ക് നാം കുറച്ചുകൂടി വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് യേശു കർത്താവ് ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അവൻ പിതാവെന്നുള്ള രീതിയിലാണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? An inseparable relationship you can have, and you have an inseparable relationship with God. ദൈവവുമായിട്ട് ഭാര്യയെ വേണമെങ്കിൽ ഡൈവേഴ്സ് ചെയ്യാൻ പറ്റും, പക്ഷേ അമ്മയെ ഡൈവേഴ്സ് ചെയ്യാൻ പറ്റുമോ? അപ്പനെ ഡൈവേഴ്സ് ചെയ്യാൻ പറ്റുമോ? ആരും എന്താ മിണ്ടാത്തെ? പറ്റത്തില്ല. കാര്യം എന്നാ? That is an inseparable relationship. വേർപിരിക്കാം വേണ്ടാന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് പോവാം, എന്നാലും നിന്റെ അപ്പൻ നിന്റെ അപ്പൻ തന്നെ, നിന്റെ അമ്മ നിന്റെ അമ്മ തന്നെ. ദൈവവുമായിട്ട് ഒരു ദൈവവൈതലന് ദൈവം തന്നിരിക്കുന്ന ബന്ധം എന്തുവാണെന്നറിയാമോ? ഇറ്റ്സ് എൻ ഇൻസെപ്പറബിൾ റിലേഷൻഷിപ്പ്. വേർപിരിക്കാനാവാത്ത ഒരു ബന്ധമാണ്. അങ്ങനത്തെ ഒരു ബന്ധത്തിലേക്കാണ് ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നത്? കൊണ്ടുവന്നിരിക്കുന്നത്. നീ വേണ്ടാന്ന് വെച്ചാലും അവൻ നിന്റെ പിതാവ് തന്നെ. നീ അവനെ ഉപേക്ഷിച്ചു പോയാലും അവൻ നിന്റെ പിതാവ് തന്നെ. ദൈവത്തെ ആ വിധമായിരിക്കുന്ന ഒരു ബന്ധത്തോട് ഇഴുകിച്ചേർക്കുന്ന, ഇണക്കി ചേർക്കുന്ന ഒരു വിശ്വാസത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ പറയുന്നത്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്. ഒരു കാരണവശാലും ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വേർപിരിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലന് ഓർമ്മപ്പെടുത്തുകയാണ്, ഗാഡ് ഈസ് അവർ ഫാദർ. ദൈവം നമ്മുടെ പിതാവ്. എങ്ങനെയുള്ള പിതാവ്? അവിടാണ് ചിന്തിക്കേണ്ടത്. വേദപുസ്തകം 2 തരം പിതാക്കന്മാരെ പറയുന്നുണ്ട്. ഒന്ന് ദോഷികളായ പിതാവ്. ഓർക്കുന്നുണ്ടല്ലോ വാക്യം? ദോഷികളായ പിതാവ് തൻ്റെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ, ഏത് അങ്ങനെയുള്ള പിതാവും തൻ്റെ മക്കൾക്ക് എന്തേ ചെയ്യത്തുള്ളൂ? നല്ല ദാനങ്ങളെ കൊടുക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. അപ്പം നമ്മുടെ പിതാവിനെ, ദൈവത്തെ ഒരു നല്ലവനായ പിതാവായിട്ടാണ് എന്ത് ചെയ്യുന്നത്? വേദപുസ്തകം നമ്മെ എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത് മുഴുവനും. ഹീസ് എ ഗുഡ് ഗോഡ്. ആദ്യം ആ ബോധ്യം വേണം. അതുകൊണ്ടല്ലേ ഭവനം വിട്ട് ഇറങ്ങിപ്പോയ മുടിയനായ പുത്രൻ തൻ്റെ സ്വത്ത് എല്ലാം വാങ്ങിച്ചേച്ച് വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ടും ജീവിതത്തിൻ്റെ പ്രതിസന്ധി വന്നപ്പോൾ മടങ്ങി അപ്പൻ്റെ അടുക്കത്ത് എൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ഈ അപ്പൻ എന്നെ സ്വീകരിക്കുമെന്നുള്ള ബോധ്യം അവനുണ്ടായിരുന്നു. ഈ അപ്പൻ്റെ ഭവനത്തിൽ വസിക്കുന്നവർ എത്ര സംതൃപ്തരായാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാം. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് ഒരു നല്ല പിതാവാണ്. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ. എത്രയോ ദോഷങ്ങൾ നാം ചെയ്തിട്ടും, എത്രയോ ദോഷങ്ങൾ നാം പ്രവർത്തിച്ചിട്ടും പിന്നെയും നമ്മളോട് സ്നേഹത്തോടെ, നന്മയോടെ, കരുണയോടെ, ആർദ്രതയോടെ നമ്മളോട് ഇടപെടുന്ന, നമ്മെ സ്നേഹിക്കുന്ന ഒരു നല്ല പിതാവ് നമുക്കുള്ളതിനാൽ നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. That is the only reason that gives me the confidence to give to him. എനിക്ക് ഏത് സമയവും ഓടി അവൻ്റെ അടുക്കൽ ചെല്ലുവാൻ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പെന്നാന്നറിയാമോ? അവനൊരു നല്ല പിതാവായിട്ടാണ്. പത്രോസ് അപ്പോസ്തലൻ ആദ്യം ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, റിമെമ്പർ ഹി ഈസ് യുവർ ഫാദർ. അവൻ നിങ്ങളുടെ പിതാവാണ്. രണ്ടാമത് പത്രോസ് അപ്പോസ്തലൻ പറയുന്ന രണ്ടാമത്തെ വെളിപ്പെടുത്തൽ, ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന രണ്ടാമത്തെ വെളിപ്പെടുത്തൽ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ്. യെസ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം.
വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിൻ്റെ അർത്ഥം എന്നാ? ഹി ഈസ് വേർതി ടു ബി വേർഷിപ്ഡ് ആൻഡ് പ്രൈസ്ഡ്. അവൻ സ്തോത്രത്തിനും സ്തുതിക്കും യോഗ്യനായവനാണ്. ദൈവം ആരാ? He is worthy to be worshipped. He is worthy to be praised. നമ്മുടെ ദൈവം ആരാധനയ്ക്ക്, സ്തുതികൾക്ക്, സ്തോത്രത്തിന് യോഗ്യനാണ്. ആ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. പലപ്പോഴും നമുക്ക് ടു മച്ച് ഫെമിലിയാരിറ്റി അല്ലേ, ദൈവത്തെ ഒത്തിരി അടുത്തറിയുമ്പോൾ ദൈവത്തോടുള്ള ബഹുമാനവും ആദരവും ഒക്കെ എന്തു ചെയ്യും? നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. കാര്യം എന്നാ? പുള്ളിയെ ഒത്തിരി നമുക്ക് അടുത്തറിയാവുന്നതുകൊണ്ട്. ഈ പല വീടുകളിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിൻ്റെ കാര്യം അതാണ്. കാരണം ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ എല്ലാവരും ഇയാളെ എന്തു ചെയ്യുക? അങ്ങ് സാറേ 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 എന്ന് വിളിച്ചങ്ങോട്ട് വളരെ ബഹുമാനത്തോടെ ഇടപെടുമ്പോൾ, വീട്ടിൽ വരുമ്പോൾ ആ ബഹുമാനം കിട്ടാതെ വരുമ്പോൾ ഒരു ചെറിയ കോംപ്ലക്സ് അവിടെ ഉണ്ടാവും. ഒരുപക്ഷെ ഭർത്താവിനേക്കാൾ നല്ല ജോലി ചിലപ്പം ഭാര്യയ്ക്ക് കാണും. അവിടെ ചെല്ലുമ്പോഴെല്ലാവരും എന്തുവാ സാറേ സാറേ എന്നൊക്കെ വിളിച്ച് ഭാര്യ ബഹുമാനം തിരിച്ചു വരുമ്പോഴത്തേന് വിടുമ്പോൾ എടി പോടി, യാതൊരു സഭ്യതയില്ലാത്ത അവിടെ ടെൻഷൻ. എന്തോ അവിടെ ഉണ്ടായത്? ഭാര്യ എന്നുള്ള രീതിയിൽ അവളെ അതുപോലെ അടുത്തങ്ങ് അറിഞ്ഞപ്പം സമോർഹാവും എങ്ങനെയോ അവളോടുള്ള ബഹുമാനം. അതുകൊണ്ട് വേദോസ്തം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് ബഹുമാനം കൊടുപ്പീനെന്നാണ്, ഇല്ലെങ്കിൽ വിവരം അറിയും. എനിക്കിപ്പോൾ ധൈര്യമായിട്ട് പറയാം, വേദോസ്തം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവൾക്ക് എന്ത് ചെയ്യാം? ബഹുമാനം കൊടുപ്പീൻ. പലപ്പോഴും ദൈവത്തോടുള്ള ബന്ധത്തിൽ മൂപ്പർ നമ്മുടെ പോക്കറ്റിലാണെന്നുള്ള ധാരണയാണ് നമുക്ക്. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ നിന്ന്, ഞാൻ അങ്ങനെ പറയായിരിക്കും കുറച്ചുകൂടെ നല്ലത്, ദൈവഭയവും ദൈവത്തോടുള്ള ഭക്തിയും നമുക്ക് എന്ത് ചെയ്തു? ബഹുമാനവും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും പുള്ളി കഴിച്ചോളും, എങ്ങനെയായിരുന്നു അല്ലേ? അല്ല. He is worthy to be worshipped. അവനെ ആരാധിക്കാൻ വരുമ്പോഴെങ്ങനെയാണ് വരുന്നത്? വിശുദ്ധ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നത്, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ ദൈവത്തെ ആരാധിക്കാൻ വരണം. ദൈവത്തിൻ്റെ സന്നിധി തന്നെ വരുന്നത് എങ്ങനെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ വിശുദ്ധ വേറൊരു പരിഭാഷയെ പറയും, വിശുദ്ധിയെ അലങ്കാരമായി ധരിച്ചുകൊണ്ട് യഹോവയെ ആരാധിപ്പേൻ എന്നാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അവിടുന്ന് വിശുദ്ധനാണ്. അവിടുന്ന് വിശുദ്ധനായതുകൊണ്ട് അവനെ ആരാധിക്കാനായിട്ട് വരുന്നവർ, അവനെ ബഹുമാനിക്കാനായിട്ട് വരുന്നവർ, അവനെ സ്തുതി പാടാനായിട്ട് വരുന്നവർ, അവനെ സ്തോത്രമർപ്പിക്കാൻ വരുന്നവർ, സങ്കീർത്തനക്കാരൻ്റെ ഭാഷ ഞാൻ ഒരിക്കൽ കൂടെ കടമെടുക്കാം, അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. ചിലർ ദൈവത്തിന് സ്തോത്രം പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഞാൻ പറയാം, കോട്ടുവായോട് കൂടെ സ്തോത്രം പറയുന്നവരുണ്ട് ഇല്ലേ? അതുകൊണ്ട് ഞാൻ എത്രയോ പേരെ കേട്ടിട്ടുണ്ട് കോട്ടുവായിട്ടോട്ട് സ്തോത്രം പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെ അതെ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അല്ലാത്തപ്പോൾ ശ്രദ്ധിക്കത്തില്ലല്ലോ. ഞാൻ പറഞ്ഞ എൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി എന്തുവന്ന്? Our God is a holy God. ചിലരൊക്കെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന കണ്ടാൽ തന്നെ പ്രാർത്ഥിക്കാനാണോ ഇരിക്കുന്നതെന്ന് നമുക്ക് സംശയം തോന്നും. ഞാൻ അങ്ങോട്ട് കയറുന്നില്ല, നിങ്ങൾ അടുത്ത ആഴ്ചയും കൂടെ കാണണമെന്ന് എനിക്കുണ്ട്. ദൈവസന്നിധിയിലായിരിക്കുന്നേ എന്നുള്ളൊരു ഭയഭക്തി നമുക്ക് വേണം. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നും കൂടെ നമുക്കൊരു ബോധ്യം വേണം. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതിന് അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, അവൻ സ്തുതികൾക്ക് യോഗ്യനാണ്. പത്രോസ് അപ്പോസ്തലൻ പറയുക, ഞാൻ അവന് സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്നാ? ഹി ഈസ് വേർതി ടു ബി വേർഷിപ്ഡ്. അപ്പോൾ ആരാധനയ്ക്കൊക്കെ വരുമ്പോൾ ആരാധനയ്ക്കാണ് വരുന്നത് എന്നൊരു ബോധ്യത്തോടെ എല്ലാവരും ഒന്ന് വന്നാൽ
നല്ലതാണ്. കല്യാണത്തിന് മുമ്പ് ഞാനൊന്നും പറയത്തില്ല, കല്യാണ വസ്ത്രം ഇട്ടുകൊണ്ട് പൊക്കോ. പക്ഷെ ആരാധനയ്ക്ക് വരുമ്പോൾ ഞാൻ ദൈവത്തെ ആരാധിക്കാനായിട്ടാണ് വരുന്നത്. വിശുദ്ധിയോട് ദൈവത്തെ സ്തുതിക്കാനായിട്ടാണ് ഞാൻ വരുന്നത്. അവൻ ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് വിശുദ്ധാലങ്കാരത്തോടെ, വിശുദ്ധിയെ അലങ്കാരമായി ധരിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ ആണ് ഞാൻ വരുന്നതെന്നൊരു ബോധ്യം നമുക്ക് വേണം. കർത്താവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും അർപ്പിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നെങ്കിൽ കൂട്ടത്തെ അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. ഈ സ്തോത്ര കാഴ്ച എണ്ണുന്നവർക്ക് എന്ത് ബുദ്ധിമുട്ടാണ്, അങ്ങ് ചുരുട്ടി മറിച്ച് എല്ലാം കൂടെ എന്തോത്തിന് ഇത്രയും പാടുപെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലെറ്റ്സ് ഓണർ ഹിം. നമ്മുടെ ആരാധന മലാഖി പ്രവചനത്തിൽ നിന്ന് വായിക്കാതെ നമ്മുടെ ആരാധന ദൈവത്തെ ബഹുമാനിക്കുന്നതായിരിക്കണം. നമ്മുടെ ആരാധനാലയങ്ങൾ ദൈവത്തെ ബഹുമാനിക്കുന്നതായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനാ മുറികൾ ദൈവത്തെ ബഹുമാനിക്കുന്നതായിരിക്കണം. ഇവിടെ ഞാൻ ഒരാളോട് ചോദിച്ചു, അയാൾ വീട് പണിയാൻ നേരത്തെ ഒരു പ്രയർ റൂം വേണമെന്ന് പറഞ്ഞ് നിർബന്ധം ഭർത്താവുമായിട്ട് വഴക്കടിച്ചൊരു പ്രയർ റൂം ഉണ്ടാക്കി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചോദിച്ചു, അവിടെ കയറിയിട്ട് ഇപ്പോൾ എത്ര നാളായി ചോദിച്ചു. പ്രയർ റൂമുണ്ട് ഇപ്പോഴും, അതിനകത്ത് കയറിയിട്ടിപ്പോൾ എത്ര നാൾ? കുറച്ച് നാളായി പാസ്റ്ററെ, ഓർമ്മപ്പെടുത്തിയതിന് നന്ദി. അതിനാണ് ഞങ്ങളെയൊക്കെ വെച്ചേക്കുന്നത്, ഇടയ്ക്ക് ചോദിക്കാൻ വേണ്ടിയാ. ചിലരോട് ചോദിക്കേണ്ടത് വേറെ ദിവസം തുറന്നിട്ട് എത്ര നാളായെന്നൊക്കെ ചോദിക്കേണ്ടി വരും. ഇല്ല, അവൻ ആരാധനയ്ക്ക് യോഗ്യനാ. ഇനി ഒരു കാര്യം ഞാൻ അവിടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ആരാധന എന്ന് പറയുന്നത് ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ആലയത്തിൽ വരുന്നതോ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടേരം ഇരിക്കുന്നത് മാത്രമല്ല. വേർഷിപ്പ് ഈസ് 24/7. 24 മണിക്കൂറും എൻ്റെ ജീവിതം ദൈവത്തിന് മഹത്വം വരുന്ന ഒരു ജീവിതമായിരിക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമായിരിക്കണം. ദൈവനാമത്തെ പുകഴ്ത്തുന്ന ഒരു ജീവിതമായിരിക്കണം. ഞങ്ങളുടെ വല്യമ്മച്ചി പറഞ്ഞാൽ അമ്മയുടെ അമ്മ ഒരു യാക്കോബ പശ്ചാത്തലത്തിൽ വിശ്വാസം ഉള്ളതാണ്. നന്നായിട്ട് മുറുക്കുമായിരുന്നു, നന്നായിട്ട് മുറുക്കുന്ന തെക്കുള്ള ഒരാളാണ്. അപ്പോൾ നന്നായിട്ട് അവർ മുറുക്കും. പക്ഷെ ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകാൻ നേരത്ത് വൃത്തിയായിട്ട് പല്ലൊക്കെ തേച്ച് പിന്നെ പള്ളിയിൽ നിന്ന് വരുന്നിടം വരെ അമ്മച്ചി മുറുക്കത്തില്ല. കാരണം അമ്മച്ചിക്ക് അറിയാം മുറുക്കിയിട്ട് പള്ളി പോകാൻ പറ്റത്തില്ലെന്ന്. അവിടെ രാവിലെ വല്യമ്മച്ചി പല്ലൊക്കെ തേച്ച് നല്ല വൃത്തിയായിട്ടേ പോകത്തുള്ളൂ. പിന്നെ അതിനിടയ്ക്ക് വെച്ച് ആരൊക്കെ മുറുക്കാൻ കൊണ്ട് കൊടുത്താലും അമ്മച്ചി എന്ത് ചെയ്യത്തില്ല, മുറുക്കത്തില്ല. ഇല്ല, വെള്ളം എടുത്തില്ല. അപ്പം ഞാൻ ഒരിക്കൽ അമ്മച്ചി ചോദിച്ചു, അമ്മച്ചി ഈ 2 മണിക്കൂർ ഇങ്ങനെയാണെങ്കിൽ അമ്മച്ചിക്ക് ദിവസം അങ്ങ് മുറുക്കാതിരുന്നാൽ തന്നെ നീ പോടാന്ന് പറയാനുള്ള അധികാരമുണ്ട്. ഞാൻ പറഞ്ഞു തന്നൊരു ആശയം, ഞായറാഴ്ച മാത്രമായിരിക്കരുത് മുറുക്കാതിരിക്കുന്നതും വലിക്കാതിരിക്കുന്നതും കുടിക്കാതിരിക്കുന്നതും. ഞാൻ പറഞ്ഞതിൻ്റെ എല്ലാ ആശയം വേർഷിപ്പ് എന്ന് പറയുന്നത്, ആരാധന എന്ന് പറയുന്നത് കേവലം ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ഭവനത്തിൽ രാവിലെയും വൈകിട്ടും നടത്തുന്നത് മാത്രമല്ല, 24 hours. അത് നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് മാറണം. എന്നെ കാണുന്നവരെവിടെ കണ്ടാലും പറയണം, ഇവൻ ദൈവത്തെ ആരാധിക്കുന്നവനാണ്. അതെൻ്റെ വാക്കുകളിലൂടെ വെളിപ്പെടണം. അതുകൊണ്ട് പറയുന്നതിൻ്റെ വാക്കുകളുടെ ഇടയിൽ 2 സ്തോത്രം പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്, അത് വെളിപ്പെടണം. അപ്പം നമ്മുടെ ദൈവം ആരാന്നാണ് പറയുന്നത്? ഹീസ് worthy to be worshipped. അവൻ ആരാധനയ്ക്കും സ്തുതിക്കും ബഹുമാനത്തിനും യോഗ്യനായ ദൈവമാണ്. മലാഖി പ്രവാചകൻ അതുകൊണ്ടാണ് ചോദിച്ചത്. മലാഖി പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തോട് ചോദിക്കുക, പ്രവാസത്തിൽ നിന്നെല്ലാം ഇസ്രായേൽ ജനങ്ങൾ മടങ്ങി വന്നു, ദൈവം അവരെ മടക്കി വരുത്തി. പക്ഷേ അവർ ദൈവത്തെ ബഹുമാനിക്കുന്നതിൽ അവർ പരാജിതരായി തീർന്നു. അവസാനം ദൈവം തമ്പുരാനെ ചോദിക്കേണ്ടി വന്നു, ഇത്രയ്ക്കോ അല്ല ഇങ്ങനാന്നോ എന്നെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ആരാധന കഴിഞ്ഞു പോകുമ്പോൾ ദൈവം നമ്മോട് ചോദിക്കുമോ, നിനക്ക് ഇങ്ങനെ എന്നെ ആരാധിക്കാൻ സാധിച്ചുള്ളായിരുന്നോ? നീ എന്നെ ബഹുമാനിക്കേണ്ട വിധത്തിൽ, ആരാധിക്കേണ്ട വിധത്തിൽ, സ്തുതിക്കേണ്ട വിധത്തിൽ, മഹത്വപ്പെടുത്തേണ്ട വിധത്തിൽ, നന്ദി പറയേണ്ട വിധത്തിൽ നീ എന്നെ ആരാധിച്ചോ എന്ന് ചോദിക്കുമോ? മൂന്നാമത്തത്, നമ്മുടെ ദൈവം ആരാണെന്ന് പത്രോസ് അപ്പോസ്തലൻ 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നു. നമ്മുടെ ദൈവം വിശുദ്ധനാന്നാ പറയുന്നത്.
നമ്മുടെ ദൈവം ആരാ? വിശുദ്ധനാ. അത് പല പ്രാവശ്യം കേട്ടൊരു ചിന്തയായതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് നിന്ന് വിടാൻ പോവുക. അപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു. 1, നമ്മുടെ ദൈവം നമ്മുടെ ദൈവം പിതാവാണ്. 2, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. 3, അവൻ വിശുദ്ധനായ ദൈവമാണ്. ഇനി അതിൻ്റെ 17-ാം വാക്യം നമുക്ക് വായിക്കാം. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്ന ദൈവം. നമ്മുടെ ദൈവം ആരാ? ന്യായം വിധിക്കുന്ന ദൈവമാണ്. മറന്നു കളയരുത്. പൗലോസ് അപ്പോസ്തലൻ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, വഞ്ചിക്കപ്പെടരുത്. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ എന്ത് ചെയ്യും? കൊയ്യും. ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. എങ്ങനെ ന്യായം വിധിക്കുമെന്ന് പറഞ്ഞേ? മുഖപക്ഷം കൂടാതെ. മോഷ്ടിക്കുന്നത് പാസ്റ്ററായാലും വിശ്വാസിയായാലും ന്യായം വിധിക്കുന്ന ദൈവമാണ്. മുഖപക്ഷം കൂടാതെ. പാസ്റ്റർക്കൊന്നും വിശ്വാസിക്ക് വേറൊന്നുമല്ല. ദൈവം തമ്പുരാൻ മുഖപക്ഷമില്ലാതെ ന്യായം വിധിക്കുന്ന ദൈവമാണ്. നമുക്കൊക്കെ ചിലപ്പോൾ തോന്നും, എന്തുകൊണ്ടാ ആ പാവത്താൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചല്ലേ, ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ നമുക്ക് തോന്നും. അല്ല, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. അപ്പോൾ നമ്മുടെ ദൈവം പിതാവാണ്, ആരാധ്യനാണ്, വിശുദ്ധനാണ്. ഈ കാര്യം നമ്മൾ ഒരിക്കലും മറന്നു കളയരുത്. അവൻ ന്യായം വിധിക്കുന്ന ദൈവമാണ്. 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലും ഇതേ ആശയം തന്നെ പത്രോസ് വെളിപ്പെടുത്തുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ. ജീവനുള്ളവരെയും മരിച്ചവരെയും. ഒരിക്കലും ചിന്തിക്കരുത് ചത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ തീർന്നെന്ന്. ചില ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ആകാരത്തോണ്ടുള്ള, അല്ലെങ്കിൽ ചത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ഉണ്ടാക്കി വെക്കുന്ന തലവേദന ചില്ലറയാണ് അവൻ്റെ കുടുംബത്തിന്. ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുന്നവനാവന്. ഈ ഒരു ബോധ്യം പത്രോസ് നമുക്കൊരിക്കൽ കൂടെ നൽകി തരികയാണ്. അവൻ ന്യായം വിധിക്കുന്ന ദൈവം. 2 കാര്യങ്ങൾ പറഞ്ഞു. 1, മുഖപക്ഷമില്ലാതെ ന്യായം വിധിക്കുന്നവൻ. 2, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് വേറൊരു ഭാഗത്ത് പറയുന്നത്, ഒരിക്കൽ മരണവും. അതോടുകൂടെ തീർന്നെന്ന് ആരും വിചാരിക്കണ്ട, പിന്നൊരു ന്യായവിധിയും കൂടെ ഉണ്ട്. അപ്പോൾ ചില ആളുകൾ വേണ്ട, അപ്പോൾ ക്രിസ്തുയേശു വിശ്വസിച്ച് കഴിഞ്ഞാൽ ശിക്ഷാവിധി ഇല്ലെന്നേ ഉള്ളൂ. നിൻ്റെ ന്യായമായി നീ പ്രവർത്തിച്ചതിനൊക്കെ തമ്പുരാൻ ന്യായമായ വിധി ഏൽപ്പിക്കും. ശിക്ഷാവിധിയും ന്യായവിധിയും 2ഉം 2 കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ശിക്ഷാവിധിയും ന്യായവിധിയും 2ഉം 2. അപ്പം നമ്മുടെ ദൈവം ആരാന്നറിയാമോ? അവൻ മുഖപക്ഷമില്ലാതെ ന്യായം വിധിക്കുന്നവനും. 2, ജീവനുള്ളതിനെയും ജീവിച്ചിരിക്കുന്നതിനെയും മരിച്ചതിനെയും എന്ത് ചെയ്യുക? ന്യായം വിധിക്കുന്ന ദൈവം കൂടെയാണ്. പത്രോസ് അപ്പോസ്തലന് ആദിമ ക്രിസ്ത്യാനികൾക്ക് വളരെ വ്യക്തമായി ദൈവത്തെക്കുറിച്ചുള്ളൊരു രൂപരേഖ നൽകി കൊടുക്കുക. അടുത്തതിലേക്ക് കൂടെ നമുക്ക് നോക്കാം. അടുത്ത എന്നാ പറയുന്നതെന്ന് അറിയാമോ? ഇനി 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ഈ ദൈവം എങ്ങനത്തെ ദൈവം? മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാ. അതിൻ്റെ പ്രധാനം എന്താണെന്ന് അറിയാമോ? ഒരു മരണാനന്തര ജീവിതത്തിൽ മരിച്ച ഒരു ഉയർപ്പിൻ ജീവിതമുണ്ട്. മരിച്ചവരെ മുഴുവൻ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കും, മുഴുവൻ ആളുകളെ. അതെങ്ങനെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിലൂടെ ഒരു ഉയർപ്പിൻ ജീവിതമുണ്ടെന്ന് ദൈവം വെളിപ്പെടുത്തിയിരിക്കുക. അപ്പോൾ അപ്പോസ്തലനായ പത്രോസ് നമ്മെ പഠിപ്പിക്കുകയാണ്, നമ്മുടെ ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. ഇതേ വിശ്വാസമാണ് നിങ്ങൾ അബ്രഹാമിൽ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തികളിൽ അബ്രഹാമിൻ്റെ വിശ്വാസം പറയുന്നിടത്ത് പറയുന്നു, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും, റോമാലേഖനത്തിൽ പറയുകയാണ്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം.
അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൈവം മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമാണെന്നൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ പിന്നെ ഒരു പനി വരുമ്പോഴത്തേന് ഇത്ര ടെൻഷൻ അടിക്കുന്നത് തന്നെ, ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത്രയും ആകുലപ്പെടുന്നത് എന്തിനാ? തലവേദന വരുമ്പോഴത്തേനും നീ ക്യാൻസറാണെന്ന് ചിന്തിക്കുന്നത് എന്തിനാ? വയറ്റുവേദന വരുമ്പോഴത്തേനും അൾസറാന്ന് പറയുന്നത് എന്തിനാ? ആയിക്കോട്ടെ, എൻ്റെ ദൈവം സൗഖ്യമാക്കാൻ. എടാ, മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനേക്കാൾ വലിയ കാര്യമൊന്നും അല്ലല്ലോ രോഗത്തെ സൗഖ്യമാക്കുക എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ തെളിയിക്കുന്നത് അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പാ. റോമാലേഖനം 1-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നു, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് നിർണയിക്കപ്പെട്ടവൻ. മരിച്ചവരിൽ നിന്ന് ഉയർപ്പ് ചരിത്രരേഖസഹിതം ചരിത്ര തെളിവുകളോടെ യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കപ്പെട്ടപ്പോൾ മരിച്ചവരിൽ നിന്ന് ഉയർത്ത ഒരുത്തന് മരിച്ച ഒരാളെ ഉയർപ്പിക്കുക എന്ന് പറയുന്നത് വലിയ വിഷമമുള്ള കാര്യമൊന്നുമല്ല. എൻ്റെ പോകേണ്ടത് നിങ്ങൾ, ഞാൻ മരിച്ചു കഴിഞ്ഞ് എനിക്ക് സ്വയം ഉയർക്കാൻ കഴിഞ്ഞെങ്കിൽ മരിച്ച ഒരാളെ ഉയർപ്പിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ എളുപ്പമാണ്. മരിച്ച ഒരാളെ ഉയർപ്പിക്കുക എന്ന് ഉയർപ്പിച്ച ഒരാൾക്ക്, അല്ലെങ്കിൽ മരിച്ച ഒരാളെ ഉയർപ്പിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കാൻ കഴിയുന്നത് വലിയ കാര്യമൊന്നുമല്ല. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഒരു കുരുടനെ കാഴ്ച കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഒരു മുടന്തനെ നടക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ല. ഏറ്റവും ടഫസ്റ്റ് ആയിരുന്നു എന്തുമായിരുന്നു? മരിച്ചിട്ട് ഉയർക്കുക എന്നുള്ളതായിരുന്നു. അത് യാഥാർത്ഥ്യമായി നിലകൊള്ളുമ്പോൾ, അത് ചരിത്ര സംഭവമായി നിലകൊള്ളുമ്പോൾ, അത് അനിഷേധ്യമായ ഒരു ചരിത്ര യാഥാർത്ഥ്യമായി നിലകൊള്ളുമ്പോൾ, ഒരു കാര്യം ഓർത്തോ, അവൻ മരിച്ചവരെ ഉയർപ്പിക്കും എന്നുള്ളതിന് ഒരു സംശയവും എനിക്കില്ല. സ്വന്തം ഉയർപ്പ് കൊണ്ട് മരിച്ചവരുടെ പുനരുത്ഥാനം ഒരു യാഥാർത്ഥ്യമാണെന്ന് യേശു തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം, നമ്മുടെ ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. അസാധ്യമായിട്ട് അവനൊന്നുമില്ല. എന്നാൽ പിന്നെ ന്യായമായിട്ടൊരു ചോദ്യം, എന്നാൽ പിന്നെ ഈ ചത്തോരെ എല്ലാം ദൈവം ഉയർപ്പിക്കാന്ന് തന്നെ, ജീവനോടിരിക്കുമ്പോൾ നീ കാണിച്ചത് തന്നെ അവന് സഹിക്കാൻ മേലായിരുന്നു, ഇനിയും നിന്നെ ഉയർപ്പിച്ചിട്ട് വേണം ബാക്കിയും കൂടെ സഹിക്കാൻ. അതെ, അവൻ ഉയർപ്പിക്കണമെന്നുള്ളവരെ എല്ലാം അവൻ ഇന്നും ഉയർപ്പിക്കുന്നുണ്ട്. അവൻ്റെ നാമത്തിന് മഹത്വം വരേണ്ടടുത്തെല്ലാം ഇന്നും അവൻ അത്ഭുതം ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനും നീയും വലിയവനാന്ന് തെളിയിക്കാൻ നമ്പരാൻ ഒന്നും ചെയ്യത്തില്ല. നമ്മുടെ ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു ദൈവമാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിയാൻ പോവുക. ഒന്ന്, അവൻ നമ്മുടെ പിതാവാണ്. ഈ ദൈവം നമ്മുടെ പിതാവെന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവം. ഈ ദൈവം, ഏത് ദൈവം? മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഈ ദൈവം, മുഖപക്ഷമില്ലാതെ ന്യായം വിധിക്കുന്ന ദൈവം, വിശുദ്ധനായ ഈ ദൈവം, ആരാധ്യനായ ദൈവം എൻ്റെ പിതാവായി തീർന്നു. അവൻ്റെ പുത്രനായി തീരുവാൻ ഒരു വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചതാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായൊരു അനുഭവം. I have to know the dignity, the awesomeness of my God. എൻ്റെ ദൈവത്തിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും ഞാൻ മനസ്സിലാക്കും തോറും എനിക്ക് അവനോടുള്ള ആരാധനയും എനിക്ക് അവനോടുള്ള ഭക്തിയും എനിക്ക് അവനോടുള്ള ആദരവും വർദ്ധിക്കുക ചെയ്യുന്നേ. ഞാൻ അറിഞ്ഞില്ല ഇവൻ ഇത്ര ഉന്നതനാണെന്ന്, ഞാൻ അറിഞ്ഞില്ല ഇവൻ എത്ര മഹാനാണെന്ന്. അതുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത്, ഇവൻ എത്ര മഹാനെന്ന് നോക്കുവേൻ. യേശുവിൻ്റെ മഹത്വത്തെ നമുക്കറിയാൻ കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ മഹത്വത്തെ നമുക്ക് ഗ്രഹിപ്പാൻ കഴിഞ്ഞാൽ, ദൈവത്തോടുള്ള ആരാധനയും ഭവ്യതയും വർദ്ധിക്കത്തേ ഉള്ളൂ. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാവും, നമ്മളാരും അല്ലെന്ന്. അവൻ്റെ മഹത്വത്തെ ദർശിക്കുമ്പോഴാണ്, അവൻ ആരാന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളാരും അല്ലെന്നൊരു ബോധ്യം നമുക്കുണ്ടാകും. അവിടെ താഴാൻ നമുക്ക് പ്രയാസം ഉണ്ടാകത്തില്ല. അവൻ്റെ മുൻപാകെ മുട്ടുകുത്താൻ നമുക്ക് വേദന കാണത്തില്ല. കർത്താവേ, ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമാണെന്ന് സമ്മതിക്കാൻ നമുക്ക് യാതൊരു പ്രയാസവും കാണത്തില്ല. കാരണം അവൻ ആരാണെന്ന് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി. കർത്താവിനെ വെച്ചാൽ ബാക്കി ഞാൻ അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. അവസാനം ഞാൻ കൊണ്ട് നിർത്തിയത് ഇങ്ങനെയാണ്, അവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്.
അവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഉറപ്പോടെ വേണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. എൻ്റെ ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവത്തെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ അവൻ്റെ മുമ്പിൽ നിസ്സാരമാണ്. ഞാൻ ഇത്രയും ഭാരപ്പെടേണ്ട ഒന്നുമില്ല, ഞാൻ ഇത്രയും വ്യാകുലപ്പെടേണ്ട ഒന്നുമില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ എന്തുകൊണ്ട് വലിയ കാര്യമാണെന്ന് വിചാരിച്ച് ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ, അയ്യോ ഇതായിരുന്നു, ഇതിനാണോ ഇത്രയും ടെൻഷൻ അടിച്ച്? ഇതൊരു 10 രൂപയുടെ ടാബ്ലറ്റ് കൊണ്ട് മാറാവുന്നതല്ലേ ഉള്ളൂ. ഇതിനാണോ നീ ഇത്രയും ഭാരപ്പെട്ട്? ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് ചോദിക്കുന്നു, ഞാൻ മരിച്ചവരെ ഉയർപ്പിച്ച ദൈവം എന്ന് എനിക്ക് അറിഞ്ഞൂടെ? ദെൻ വൈ ആർ യു സോ ടെൻസ്? പിന്നെ എന്തിനാണ് നീ ഇത്രയും ഭാരപ്പെടുന്നത്? ഞാൻ ആഴിയിൽ വഴിയൊഴുക്കുന്ന ദൈവമാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഞാൻ യോർദാനെ പിളർന്നവനാണെന്ന് ഞാൻ അറിഞ്ഞൂടെ? ഞാൻ മരുഭൂമിയിൽ കിടന്ന് നടന്ന എൻ്റെ ജനത്തിന് ആഹാരം കൊടുത്തവനെന്ന് അറിഞ്ഞൂടെ? ഞാൻ മാറിയെ മധുരമാക്കുന്നവനാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? നീ എന്തിനാ ഇങ്ങനെ ഭാരപ്പെടുന്നത്? ദൈവസ്ഥൻ എഴുന്നേറ്റ് നിൽക്കാം. അവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നൊരു ദൈവം. നീ ഏതായാലും ആ കണ്ടീഷൻ വരെ വന്നിട്ടില്ലല്ലോ. യു ഹാവ് സ്റ്റിൽ ഹോപ്പ്. കർത്താവ് പറയുന്നത് നിനക്ക് ഇനിയും പ്രത്യാശയ്ക്ക് വകയുണ്ട്, നിനക്ക് ഇനിയും പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഞാൻ ആരെന്ന് നീ അറിയുന്നെങ്കിൽ യു ക്യാൻ ട്രസ്റ്റ് മീ, നിനക്കെന്നെ വിശ്വസിക്കാം. പരിശുദ്ധനായ ദൈവമേ, അങ്ങാരെന്നറിയുവാൻ ഞങ്ങളുടെ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണമേ. അങ്ങേ വേണ്ടവണ്ണം കാണാൻ കഴിയാത്ത വിധത്തിൽ ഞങ്ങളുടെ കണ്ണുകളിൽ വന്നിരിക്കുന്ന ചെതുമ്പലുകളെ ഒന്ന് മാറ്റിത്തരണമേ. അങ്ങേ ആരെന്ന് ഉള്ള അവസ്ഥയിൽ മനസ്സിലാക്കുവാൻ, താഴ്മയോടെ നിൻ്റെ സന്നദ്ധയിൽ നിൻ്റെ മഹത്വം ഒന്ന് കാണുവാൻ, നിന്നെ ഒന്ന് ദർശിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എവിടേക്കോ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി, എവിടേക്കോ ഞങ്ങൾ ആകുലപ്പെടുന്നു, എന്തിനെ ചൊല്ലിയൊക്കെയോ ഞങ്ങൾ ഭാരപ്പെടുന്നു. അതങ്ങ് ആരെന്നറിയാഞ്ഞതുകൊണ്ടാണല്ലോ. ഞങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും നിർവാൻ നീ ശക്തനെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാൻ നീ ശക്തനെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളെ വീഴാതെ നിർത്തുവാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. നിന്റെ ജനത്തെ ആശീർവദിക്കും. അങ്ങാരെന്നറിഞ്ഞ് അങ്ങയോട് ചേർന്ന് ജീവിപ്പാനുള്ള കൃപ നൽകി കൊടുക്കും. എല്ലാ നന്മകളാലും നിറയ്ക്കും. മഹത്വം, സ്തുതി, ബഹുമാനം, പുകഴ്ച അങ്ങയ്ക്ക് യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.